സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ നിഹാദ് എന്ന തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. തൊപ്പിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഇന്ന് നമ്മൾ കേട്ടൊരു വാർത്തയാണ്. യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ യൂട്യൂബർ തൊപ്പി എന്ന് പറയുന്ന പുള്ളിക്കാരൻ കുറച്ച് നാളുകളായിട്ട് ഒളിവിലാണ്. അതായത് സുഹൃത്തുക്കളുടെ ഏതോ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവർ ഒളിവിലാണ്. എന്തായാലും ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ഏകദേശം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലായിരുന്നു. അത് ബാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിന് കാരണം പറയുന്നത്, സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശരിയാണ്, അവൻ ചെയ്തത് ഒരുമാതിരി ചെറ്റത്തരമാണ്. അതിന് അർഹതപ്പെട്ടത് തന്നെയാണ് അവന്റെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്ത്. അതിനോട് നമ്മൾ യോജിക്കുന്നു. പക്ഷേ പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണമല്ലോ. ഈ രീതിയിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അതൊന്നും ഈ പറയുന്ന അധികാരികൾ കാണുന്നില്ലയാവോ? ഒരുപാട് അവളുമാരുണ്ട്. അതിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് ഞാൻ എടുത്തു പറയാം. ഈ ഒരു മേഖലയിൽ, അതായത് ഈ രീതിയിൽ പണം ഉണ്ടാക്കുന്ന കുറച്ച് അവളുമാരുണ്ട്. നിമിഷ ബിജോ, നിഷാന, അങ്ങനെ കുറച്ച് അവളുമാര് ഈ ഒരു രീതിയിൽ തന്നെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെന്തോ ചെയ്യുന്നത്? അവരും ഈ സെയിം രീതിയിൽ തന്നെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂട്യൂബർ തൊപ്പിയുടെ ചാനൽ നീക്കം ചെയ്തതിന്റെ കാരണം എന്താ? സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് ആ യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരു ചാനലായിരുന്നു ഈ പറയുന്ന തൊപ്പിയുടേത്. അവന്റെ കയ്യിലിരിപ്പുണ്ട് തന്നെ, ആ ചാനൽ ഉൾപ്പെടെ ഇപ്പൊ പോയിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, അവനത് അർഹിച്ചത്. പക്ഷേ നിയമവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, അല്ലെ? ബാധകമായിരിക്കണം. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ഇവിടെ സ്ത്രീകളാണ് കൂടുതലും ഈ ഒരു മേഖലയിൽ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലാണ് പല സ്ത്രീകളും വന്ന് പല വൃത്തികേടുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒന്ന് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഉണ്ട്, കൊറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഭർത്താവ്. എല്ലാവർക്കും അറിയാലോ, ഞാൻ പറഞ്ഞു കാര്യമില്ല. അപ്പൊ എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന നഗ്നത പ്രദർശനം അല്ലേ? ഇവളുമാരൊക്കെ ഈ ഒരു രീതിയിൽ മാത്രം പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനായിട്ട് ഒരുപാട് ന്യായീകരണങ്ങളും. കുടുംബം നോക്കാൻ, കുട്ടികളെ നോക്കാനും ഒക്കെ ഇതേ ഉള്ള ഇവൾക്കൊക്കെ ഒരു മാർഗം. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? പക്ഷെ ഇമാതിരി ഈ ഒരു പ്ലാറ്റ്ഫോം ഇമാതിരി വൃത്തികേടുകൾ കാണിച്ചും പണം ഉണ്ടാക്കുന്ന കുറെ അവളുമാരുണ്ട്. അവളുമാർക്കൊക്കെ എന്താ പറയാ, ഒരു ലൈസൻസ് പോലെയാണ് ഇത്. ഒരു നാണവും മാനവും ഇല്ലാതെ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ. മെമ്പർഷിപ്പ് ലൈവ്, ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ അതിലാണ് കൂടുതലും സ്ത്രീകൾ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെയൊക്കെ നമ്മൾ എത്ര പ്രതികരിച്ചാലും ഒരു പ്രയോജനമില്ല. പക്ഷെ ഇന്ന് ഈ പറയുന്ന തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അതിനുള്ള കാരണം പറയുന്നത് നഗ്നത പ്രദർശനമാണ്. അത് കേട്ടപ്പോഴാണ് നമുക്കും തോന്നിയത്, ഈ നഗ്നത തന്നെയല്ലേ സ്ത്രീകളും
ഇതുപോലെ ചാനലുകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല? അധികാരികളൊന്നും ഇത് കാണുന്നില്ലേ? അതോ ഇതൊക്കെ വലിയ വലിയ വാർത്തകളായാൽ മാത്രമേ ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുള്ളൂ? അങ്ങനെയാണെങ്കിൽ വാർത്തയാക്കാം. കാരണം ഇവളുമാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി വൃത്തികേടുകൾ കണ്ട് 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 മടുത്ത് അറപ്പാണ് തോന്നുന്നത്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു താരമാണ് രേണു സുധി അല്ലെ. അവരുടെ ഭർത്താവ് മരിച്ചു, കുട്ടികളെ നോക്കാൻ വരുമാനം അല്ലെ അവർക്കൊരു തൊഴിലില്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അവരും ഇമാതിരിയൊക്കെ ഇൻസ്റ്റഗ്രാം വഴി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന്റെ പേരിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അല്ലെ നെഗറ്റീവുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു താരമാണ് രേണു സുധി. ഈ രേണു സുധിയേക്കാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന നിമിഷ ബിജോയൊക്കെ കാണിക്കുന്നത്. അതായത് സ്വന്തം കുളിക്കുന്നത് വരെ വീഡിയോയിലൂടെ, അതും സബ്സ്ക്രിപ്ഷനിലൂടെ ഈ പറയുന്ന നിമിഷയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ലേ? എന്തുകൊണ്ട് ഇതിനെതിരെയൊക്കെ ആരും പ്രതികരിക്കുന്നില്ല? നമുക്കറിയാം ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഈ ഞാൻ ഉൾപ്പെടെ, കാരണം അവരുടെ പ്രവൃത്തികളെയാണ്. പക്ഷെ ഇപ്പൊ അവരൊരു വയ്യാത്ത അവസ്ഥയിലാണ് അല്ലെ. അവർക്ക് എന്താ പറയാ മാരകമായിട്ടുള്ളൊരു അസുഖം തന്നെയാണ്, ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അവർക്ക് ഒരുപാട് നെഗറ്റീവുകളുണ്ട്. എന്തുകൊണ്ട്? അവരുടെ പ്രവർത്തികളിൽ അങ്ങനെ, ഇതിനു മുന്നേ അവരുടെ പ്രവർത്തികൾ അങ്ങനെയായിരുന്നു. പക്ഷേ അതിലും വൃത്തികെട്ട രീതിയിൽ കാണിക്കുന്ന അവളുമാരാണ് ഈ നിമിഷ ബിജോ, നിഷാന, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. രേണു കാണിച്ചതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട് ആരും അവർക്കെതിരെയൊന്നും സംസാരിക്കുന്നില്ല? നമ്മളിപ്പോ ഈ രേണുവിനെയൊക്കെ പല കാര്യങ്ങളും വിമർശിച്ചത് എന്താ? സബ്സ്ക്രിപ്ഷൻ വഴിയും അല്ല വൃത്തികേടുകളൊക്കെ കാണിച്ചതിനെയാണ് നമ്മൾ വിമർശിച്ചത്. അങ്ങനെ വിമർശിക്കുമ്പോൾ ഇതുപോലെ കാണിക്കുന്ന എല്ലാ അവളുമാർക്കെതിരെയും പ്രതികരിക്കണം അല്ലെ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ കാണിക്കുന്ന അവളുമാരുടെ ചാനലുകളും നീക്കം ചെയ്യണം. അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അത് ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. കാരണം ഇവളൊക്കെ പണത്തിന് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, ഈ പറയുന്ന അവളുമാർക്കൊക്കെ കുടുംബവും അതായത് ഭർത്താവും പെമ്മക്കളും ഒക്കെ ഉള്ള അവളുമാരാണ് ഇമാതിരി വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് റീച്ചിനും പണത്തിനും വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഉളുപ്പില്ല. നമ്മൾ എത്രയൊക്കെ ഇവളുമാർക്കെതിരെ പ്രതികരിച്ചാലും ഒരു നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ നാളെ ഇതിന്റെ അപ്പുറവും അവളുമാര് വന്ന് കാണിക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ തൊപ്പിയുടെ ചാനൽ നീക്കം ചെയ്തല്ലോ, അതിന് കാരണം നഗ്നത പ്രദർശനമാണ്. സുഹൃത്തുക്കളുടെ നഗ്നത പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് തൊപ്പിയുടെ ചാനൽ തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുടെയും ചാനലുകൾ നീക്കം ചെയ്യണം. ഞാൻ ഈ പറയുന്നതിനോട് ഇത് കാണുന്ന നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യണം. കൂടാതെ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യണം. കാരണം നിയമവും നീതിയും എല്ലാം എല്ലാവർക്കും ഒരുപോലെ. അവിടെ ആണ് പെണ്ണ് അങ്ങനെ ഒരു വേർതിരിവ് പാടില്ല അല്ലെ. ആണുങ്ങൾ കാണിച്ചാലും പെണ്ണുങ്ങൾ കാണിച്ചാലും ഒരേ നീതിയും നിയമവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. ഇവിടെ ആണിനൊരു നീതി അല്ലെ പെണ്ണിന് വേറൊരു നീതി, അത് പറ്റത്തില്ല. ഇവളുമാര് കാണിക്കുന്നതും സെയിം പരിപാടി തന്നെ, കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി വൃത്തികേടുകളാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.